കാസർഗോഡ് കനത്ത മഴ തുടരുകയാണ്. ജില്ലയിൽ റെഡ് അലേർട്ടാണ്. കനത്ത മഴയിലും കാറ്റിലും മരം വീണ് വിവിധയിടങ്ങളിൽ നാശനഷ്ടമുണ്ടായി. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എന്താണ് ജില്ലയിലെ പൊതുവായ സാഹചര്യം? പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് അല്പസമയം മുമ്പാണ് പുറത്തു വന്നത്. ജില്ല എത്രത്തോളം ജാഗ്രത പുലർത്തണം? ഏതെങ്കിലും മേഖലകളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അരുൺ പാറക്കൽ? റീജിത്ത്, ഇന്നലെ ഉച്ചവരെ അതിശക്തമായ മഴ ജില്ലയിലെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ മഴ പെയ്തിട്ടില്ല. ഇന്ന് രാവിലെ ചെറിയ തോതിലൊക്കെ മഴയുണ്ടായിരുന്നു. ഈ കടൽ തീരത്തൊക്കെ ശക്തമായ കാറ്റ് ആഞ്ഞു വീശുന്നുണ്ട്. മലയോര മേഖലകളിൽ ചെറിയ മഴ മാത്രമാണുള്ളത്. മഞ്ചേശ്വരം ഭാഗങ്ങളിൽ, അതായത് കർണാടകയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ മഴ ശക്തമായി തന്നെ ഉച്ചവരെ പെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇടവിട്ടുള്ള ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് ജില്ലയിലുള്ളത്. നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രധാനമായും പറയാനുള്ളത്, ഈ ദേശീയപാത കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാവുന്നുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടിട്ടുണ്ട്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട 101 സ്ഥലങ്ങളിലാണ് അപകട സാധ്യതാ മേഖലകൾ ജില്ലാ ഭരണകൂടം കണ്ടെത്തിയിട്ടുള്ളത്. അത് പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനമായും ഈ വീരമലക്കുന്ന്, അതുപോലെ തന്നെ വീരമലക്കുന്ന്, പിലിക്കോട്, മട്ടലായിക്കുന്ന് എന്നീ പ്രദേശങ്ങളാണ് അതീവ ജാഗ്രതയിലുള്ളത്. അവിടെ 30ഓളം കുടുംബങ്ങളുണ്ട്. ബേവിഞ്ച പ്രദേശത്ത് 150ഓളം കുടുംബങ്ങളുണ്ട്. അവരെ എന്തെങ്കിലും അപകട സാധ്യതയുണ്ടെങ്കിൽ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളൊക്കെ തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. മറ്റനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വരും മണിക്കൂറുകളിൽ മഴ ശക്തമായേക്കുമെന്ന ഒരു അഭ്യൂഹമാണ് നിലവിലുള്ളത്. ശ്രീജിത്ത്.